100 രൂപ നിങ്ങൾ എത്ര രൂപ വെറുതെ കളയുന്നുണ്ട്? അതിൽ നിന്നൊരു 100 രൂപ 150 രൂപ നിങ്ങൾ കൊടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ അറിയാതെ നിങ്ങൾ ചെയ്യുന്ന ചാരിറ്റിയാണ് സത്യം പറഞ്ഞത്. അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം, അങ്ങനെയായിട്ട് കണ്ടൂടെ, അങ്ങനെയും കാണാം. എൻ്റെ പൊന്നും മനുഷ്യ, ഈ കേരളത്തിലെ മെജോറിറ്റി സാധാരണക്കാരും സിനിമ കാണാൻ പോകുന്നത് അവർക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും അവരുടെ ബാക്കി ടെൻഷനും കാര്യങ്ങളൊക്കെ വിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 150-200 രൂപയൊക്കെ കൊടുത്ത് സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ ആ 200 രൂപയ്ക്കുള്ള ഒരു മുതൽ ആ സിനിമയിൽ കൊടുക്കാതെ നിങ്ങൾക്ക് ഇതൊരു ചാരിറ്റി ആയിട്ട് കണക്കാക്കിക്കൂടെ? ആർക്കെങ്കിലും ദാനം കൊടുത്തതായിട്ട് കണക്കാക്കിക്കൂടെ? ഈ ടെക്നീഷ്യന്മാരുടെ കുട്ടികൾ സ്കൂളിൽ പോകാൻ വേണ്ടി ബാഗ് വാങ്ങില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇമാതിരി ഉടായ്പ് കാണിക്കാതെ ആ 200 രൂപയ്ക്കുള്ള എന്തെങ്കിലുമൊക്കെ ആ സിനിമയിൽ ഉൾപ്പെടുത്താൻ നോക്കുക. നിങ്ങൾക്ക് അറിയുന്ന പണി ചെയ്യേ. ഇത്രയും കാലമായിട്ടും ഇപ്പോഴും സിനിമയ്ക്കകത്ത് ഒന്നുമില്ല എന്ന് കാണുമ്പോൾ ഇമാതിരി ചാരിറ്റിയാണ്, ഉപ്പൂപ്പാൻ്റെ മോളുടെ കല്യാണമാണ്, മോതിരം വാങ്ങാനാണെന്നൊക്കെ പറയാതെ ആ 200 രൂപയ്ക്കുള്ള എന്തെങ്കിലും ആ സിനിമയ്ക്കകത്ത് അത് മതി. ഞങ്ങൾക്ക് ചാരിറ്റി ചെയ്യാനാണെങ്കിൽ ഞങ്ങൾ വല്ല കാരുണ്യ ലോട്ടറിയോ അല്ലെങ്കിൽ ഫിറോസ് കുന്നുമർമ്മലിൻ്റെ ഗൂഗിൾ പേയിലേക്കോ ഞങ്ങൾ പൈസ അയച്ചു കൊടുത്തോളാം. ഇതെന്താണിത്? ഒരു 150 രൂപയ്ക്കുള്ള മുതൽ സിനിമയ്ക്കകത്ത് ഉൾപ്പെടുത്തും മനുഷ്യ.